2-3 ദിവസം ശ്രദ്ധ തെറ്റിയപ്പോൾ ഒരു റിങ് പോലെ വളഞ്ഞു പോയ പടവലങ്ങ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ശരിയാക്കാൻ വേണ്ടി ഈ കാണിച്ച പോലെ ഒരു പ്ലാസ്റ്റിക് ചരട് കെട്ടി അതിൻ്റെ കൂടെ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പ്, വളരെ വെയിറ്റ് കുറഞ്ഞതാകാൻ വേണ്ടി ആ ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പ് കെട്ടിയത്. പിന്നെ തോന്നി അതിന് തീരെ വെയിറ്റ് കുറഞ്ഞു പോയോ, ബലം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് അടുത്ത് ഉണങ്ങിയിരിക്കുന്ന ആപ്പിൾ ചെടി ഉണ്ട്, അതിൻ്റെ ഒരു ചുള്ളിക്കമ്പ് പറക്കി അതിന് ഉള്ളിൽ തിരികെ കൊടുത്തു. അപ്പോൾ കുറച്ച് വെയിറ്റായി. അപ്പോൾ ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഉരഞ്ഞ് പൊട്ടുന്നുണ്ടോ എന്നുള്ളതാണ്, വെയിറ്റ് കൂടിയിട്ട്. ഇന്നലെ നോക്കിയപ്പോൾ ഇത്തിരി തൊലി പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് നോക്കുമ്പോൾ അതുകൊണ്ട് വലിയ ദോഷമൊന്നും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഒരു ചിന്ത എങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ചെടികൾക്കൊക്കെ ചെറിയ പ്രായത്തിൽ തുടക്കത്തിൽ ഇതുപോലെ ചരട് കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കാണാം ചരട് ചെടിയുടെ ഉള്ളിലായി പോകും. കാരണം ചെടി വളർന്ന് ചരട് വളരില്ലല്ലോ, അപ്പോൾ ചെടിയുടെ ഉള്ളിലായി പോകും. ഇതും അതുപോലെ പടവലങ്ങയുടെ ഉള്ളിൽ ചരട് കയറുമോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ദിവസം നോക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി അഥവാ അങ്ങനെ കാണുകയാണെങ്കിൽ വണ്ണം വയ്ക്കുമ്പോൾ അത് മുറിച്ച് കൊടുക്കേണ്ടി വരും, എന്നിട്ട് വേറെ കെട്ടേണ്ടി വരും. അതൊക്കെ സൂക്ഷിച്ച് ചെയ്യണം. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പടവലങ്ങ കേടായിപ്പോവും. എന്തായാലും പരീക്ഷണമാണ്. ഇനി ഇന്നലത്തെ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്, കാണാവുന്നതാണ്. ഈ കുഞ്ഞ് പടവലങ്ങ കണ്ട ഒരു റിങ് പോലെ വളഞ്ഞു പോയിരിക്കണു. യഥാർത്ഥത്തിൽ എനിക്ക് മിസ്സായി പോയതാണ്. ഇലകളുടെ ഇടയിൽ പടവലങ്ങ ഉണ്ടാവുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം ദിവസം നോക്കുന്നുണ്ടായിരുന്നു, കായുള്ള പൂക്കളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ പടവലങ്ങ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് ഇത്ര വലുപ്പമാവുന്ന വരെ എങ്ങനെയോ എൻ്റെ കണ്ണിൽ പെടാതെ പോയി. അപ്പോൾ പണ്ട് കല്ല് കെട്ടി ഇട്ട് കൊടുക്കുന്നതൊക്കെ ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ ഇതിന് ചെയ്യാൻ പറ്റിയില്ല. ഇത് അടുത്തുള്ള കായുള്ള പൂവ് മാറി പടവലങ്ങ ഉണ്ടായി വരണമെന്ന് തോന്നുന്നുണ്ട്. ഈ പാകത്തിൽ കല്ല് കെട്ടിയിടാൻ പറ്റില്ലല്ലോ, തീരെ കുഞ്ഞല്ലേ. അപ്പോൾ ഇനി ഭാരം തൂക്കിയിടാനുള്ള പ്ലാനാണ്. അതിൻ്റെ മുകളിൽ വള്ളികളൊക്കെ 2 ചരടിട്ട് കെട്ടിക്കൊടുത്തു. കാരണം ആ വള്ളിക്ക് ബലം പോരാ, അടുത്തുള്ള പൈപ്പിൻ്റെ മുകളിലേക്ക് കെട്ടി, എന്നാലല്ലേ താഴെ വെയിറ്റ് തൂക്കിയാൽ അതിന് താങ്ങാൻ പറ്റുള്ളൂ. എന്നിട്ട് അവിടെ ഒരു പ്ലാസ്റ്റിക് ചരട് കൊണ്ട്, കുറച്ച് വീതിയുള്ള പരന്ന ചരടാണ്, അത് ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിൻ്റെ ഒരു പീസ് ഇവിടെ വേസ്റ്റ് കിടക്കുന്നുണ്ടായിരുന്നു, നേരത്തെ ഉപയോഗിച്ചതിൻ്റെ കഷ്ണം. അപ്പോൾ അതെടുത്ത് കെട്ടി തൂക്കിയിട്ട് കൊടുത്തു. അപ്പോൾ അതിന് തീരെ ഭാരമില്ല. അപ്പോൾ ഇതിന് താങ്ങാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. ഇതിലിപ്പോൾ എത്ര വലുപ്പമുള്ള വെയിറ്റ് തൂക്കണം എന്നുള്ളതിനെ പറ്റി ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്ന് കല്ല് കെട്ടിയിട്ട് കൊടുക്കാറായിരുന്നു. അന്ന് ഈ പ്ലാസ്റ്റിക് ചരടൊന്നുമില്ല, കിട്ടുന്ന എന്തെങ്കിലും കയറോ എന്താ കെട്ടിയെന്നൊന്നും ഓർമ്മയില്ല. 10-50 കൊല്ലത്തിലധികമായി അതൊക്കെ കൈകാര്യം ചെയ്തിട്ട്. അപ്പോൾ ഇതൊന്ന് കെട്ടി തൂക്കിയിട്ട് കൊടുത്തു. പിന്നെ പടവലങ്ങയുടെ സൈഡ് വ്യൂ നോക്കുമ്പോഴാണ് അത് ആ ചുമരുമ്മ ഏകദേശം മുട്ടിയാണ് കിടക്കുന്നത്. സാധാരണ നമ്മൾ ഇതിലല്ലേ പന്തലിലല്ലേ വളരും, അപ്പോൾ ഈ പ്രശ്നം വരില്ല. അപ്പോൾ മുകളിൽ ഒരു പൈപ്പിൻ്റെ മുകളിൽ നിന്നൊരു കമ്പ് കെട്ടി വെച്ചിട്ട് കുറച്ചിങ്ങോട്ട് തള്ളി നിർത്തി ആ പടവലം ചുമരിൽ മുട്ടാത്ത തരത്തിലാക്കി വെച്ചു. പിന്നെ എനിക്ക് തോന്നി ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിൻ്റെ കഷ്ണത്തിന് തീരെ വെയിറ്റ് കുറവാണെന്ന്. അപ്പോൾ ഒരു ചുള്ളിക്കമ്പ് പറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ തിരികെ വെച്ചാലോ എന്ന് ആലോചിച്ചു. പക്ഷെ അതിലൊരു ഇരുതല വാളാണ് ആ പ്രശ്നം. അതായത് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ പടവലങ്ങ കേടായിട്ട് ചിലപ്പോൾ ആ കഷ്ണം മുറിഞ്ഞ് താഴെ വീഴുകയും ചെയ്യും, തുഞ്ചം മുറിഞ്ഞ് വീഴും. ആ മുറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ബാക്കി ഭാഗം ചിലപ്പോൾ കേടായി പോവുകയും ചെയ്യും. അതൊരു വലിയ തലവേദനയാണ്. പൂ വെച്ചപ്പോൾ 2 സൈഡിലേക്കും വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കെട്ടിയ ഭാഗം കുറച്ച് മാറ്റി വെച്ചു. പുതിയ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവസാനം എടുത്ത വീഡിയോ ക്ലിപ്പാണിത്. അപ്പോൾ ഇതിൽ വെയിറ്റ് അവിടെ താങ്ങി കിടക്കുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആ കെട്ടിയ സ്ഥലത്ത് സ്വല്പമായിട്ട് തൊലി ചുരണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അതിന് നാളേക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ആ ഭാഗം കേടായി പോവോ അതോ, ഇതിപ്പോൾ ആ റിങ് ഭാഗം കുറച്ച് മാറി വന്നിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുമോ അതോ ആ പടവലങ്ങ മൊത്തം കേടായി പോകുമെന്ന്.